എക്കണോമിക്സ് സ്റ്റാറ്റിൽ ഒരു 4 മാർക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്താലോ? എപ്പോഴും നിങ്ങൾക്ക് ചോദിക്കുന്നതാണ് മെത്തേഡ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഡേറ്റ ക്ലാസിഫൈ ചെയ്യാനായിട്ടുള്ള 4 മെത്തേഡുകൾ ഏതൊക്കെയാണ്? ദ സ്പെഷ്യൽ ക്ലാസിഫിക്കേഷൻ, ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻസ്. 4 ടൈപ്പായിട്ടാണ് ഡേറ്റാസ് ക്ലാസിഫൈ ചെയ്യുന്നത്. സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലേസ് നേഷൻസിന്റെ ബേസിൽ, കൺട്രി ബേസിസിൽ, സ്റ്റേറ്റ് ബേസിസിലൊക്കെ ഡേറ്റാസിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്താണ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ടൈം ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ. സമയത്തിനനുസരിച്ച്, മന്തിനനുസരിച്ച്, ഇയേഴ്സിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡേറ്റാസിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ നമ്മുടെ ക്വാളിറ്റീസ്, എന്തെങ്കിലും ക്വാളിറ്റി, ഹോണസ്റ്റി, ബ്യൂട്ടി എന്ന ബേസിസിൽ ക്ലാസിഫൈ ചെയ്യുന്നു. ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്പേഴ്സിൽ, ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഡേറ്റാസിനെ ക്ലാസിഫൈ ചെയ്യുന്ന രീതിയാണ്. 4 മെത്തേഡിലാണ് അപ്പൊ നമ്മൾ ഡേറ്റാസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ MCQ ക്വസ്റ്റ്യനും ചോദിക്കാം. ഓക്കെ, പ്ലേസിന്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യുന്നതിനെ എന്ത് വിളിക്കുന്നു? ഓക്കെ, ഇന്ത്യ, ചൈന, അമേരിക്ക എന്ന് ക്ലാസിഫൈ ചെയ്തു, അത് ഏതാണ്? അപ്പം ക്ലാസിഫിക്കേഷനെ പറ്റി 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത്. 4 മാർക്ക് ആയിക്കോട്ടെ, 3 മാർക്ക് ആയിക്കോട്ടെ, MCQ ആയിക്കോട്ടെ, ഏത് ചോദിച്ചാലും ആൻസർ എഴുതത്തില്ലേ? അപ്പം ഓൾ ദി ബെസ്റ്റ്.